ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിസ്ത്യൻ ടൈംസ്. അപ്പോൾ നമ്മുടെ അകത്ത് ആൾ അലൗൺസ് സീരീസിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ട്രെയിലർ ബ്രേക്ക് ഡൗൺ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ നോക്കാൻ പോകുന്നത്. സോ നേരെ വീഡിയോട്ട് തുടങ്ങാം. അപ്പോൾ ഈ ഒരു സീരീസ് വന്ന് നമ്മുടെ മാർവലിൻ്റെ ഫസ്റ്റ് ഹൊറർ സീരീസാണ്. നമ്മുടെ മാർവലിൻ്റെ ഒരു ആദ്യത്തെ ഹൊറർ സീരീസാണ് ഈ ഒരു അകത്ത് ആൾ അലോൺ എന്ന സീരീസ്. ആൻഡ് ട്രെയിലറിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും നിറയെ ഹൊറർ എലമെൻറ്റ്സ് ഒക്കെ ഉള്ള കാണാൻ പറ്റും. ഡീമൺസ് പറഞ്ഞതും ആൻഡ് പൊസസ് ആവുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു സീരീസ് മാർവൽ ടെലിവിഷൻ ബാനറിൻ്റെ കീഴിൽ വരുന്ന ആദ്യത്തെ സീരീസ് കൂടിയാണിത്. അപ്പം ഉറപ്പായിട്ട് ഈ സീരീസ് നന്നായിട്ട് ഇരിക്കുമെന്നാണ് പ്രതീക്ഷ. വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ഇപ്പോൾ ട്രെയിലറിൽ എന്തൊക്കെയാണ് കാണിച്ചിട്ടുള്ളതെന്ന് നോക്കാം. ഇപ്പം ട്രെയിലറിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ നമ്മുടെ അകത്തെയാണ് കാണിച്ചിട്ടുള്ളത്. അകത്തെ വന്നൊരു പോലീസ് ഓഫീസറായിട്ട് പറഞ്ഞായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, എന്താ ബ്രോ അകത്ത് പോലീസ് ഓഫീസർ, അപ്പം വിച്ച് പണിയൊക്കെ നടത്തി പോലീസായാൽ നിങ്ങൾ ആലോചിക്കും. അങ്ങനെയല്ല, ആക്ച്വലി നമ്മുടെ വാണ്ട വിഷ സീരീസിലകത്തെ വന്ന ഒരു ഹെക്സിനുള്ളിൽ ട്രാപ്പാക്കി വിട്ടിട്ട് പോകുന്നുണ്ടല്ലോ. സോ അതാണ് ഇത് സംഭവം. ഇതാ ഹെക്സിനുള്ളിൽ നടക്കുകയാണ്. സോ ഇപ്പോൾ നമ്മുടെ അകത്ത് മെമ്മറിയൊക്കെ പോയ ഒരു ഓഫീസറായിട്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ അകത്ത് നേരെ ഒരു കാട്ടിലോട്ട് പോകണമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ അവിടെ ഒരു പെണ്ണിൻ്റെ ഒരു ഡെഡ് ബോഡി ഉള്ളതായിട്ടാണ് പറയുന്നത്. സോ അങ്ങോട്ട് അകത്ത് പോകണം നമുക്ക് കാണാൻ പറ്റും. സോ പോണ സമയത്ത് ആ ഒരു ഡെഡ് ബോഡി നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. ആ ഡെഡ് ബോഡി ഒന്നൊരു ഫീമെയിലാണ്. കൂടാതെ ആ ഒരു ക്യാരക്ടറിൻ്റെ കൈ വന്ന് വിരലൊക്കെ വന്ന് ഇങ്ങനെ ബ്ലാക്ക് ആയിട്ടുണ്ട്. സോ സാധാരണ ഡാർക്ക് ഹോൾഡ് ബുക്ക് വായിക്കുന്ന ആൾക്കാരെ വിരലാണ് ഇങ്ങനെ ബ്ലാക്ക് ആവുന്നത്. അപ്പം എല്ലാവരും പറയുന്നത് ഇത് വാണ്ടയാണെന്നാണ് പറയുന്നത്. സോ അതായത് ഹെക്സിൻ്റെ ഉള്ളിലുള്ള വാണ്ടയുടെ ബോഡി എന്നാണ് ഇത് പറയുന്നത്. സോ ഡോക്ടർ സ്ട്രേഞ്ച് 2 സ്കാർലറ്റ് വെച്ച് മരിക്കുന്നതിനെ കാണിച്ചത്. ബട്ട് ഇവിടെ ഹെക്സിൻ്റെ ഉള്ളിലുള്ള ഒരു വാണ്ടയുടെ ബോഡിയെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. സോ അപ്പോൾ വാണ്ട മരിച്ചടക്കുകയാണ്. സോ വാണ്ടയുടെ ബോഡി കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ അകത്തെ ചെറുതായിട്ട് ഷോക്ക് ആവിന് പയ്യെ അകത്തേക്ക് തൻ്റെ മെമ്മറി വരണമായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ഇതിനു മുമ്പേ വാണ്ട തൻ്റെ മാജിക് വെച്ചാണ് അകത്തെ ട്രാപ്പ് ചെയ്ത് വെച്ചത്. സോ ഇപ്പോൾ വാണ്ട ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു മാജിക്കിൻ്റെ എഫക്റ്റും പയ്യെ കുറയാണ്. ആൻഡ് ഈ ഒരു കാര്യം കൺഫേം ആക്കാൻ വേണ്ടി നമ്മുടെ അകത്ത് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു മോർച്ചറിയിലോട്ട് പോവുകയാണ്. സോ അവിടെ പോകുന്ന സമയത്ത് അവിടെ ക്ലിയർ ആയിട്ട് കൺഫേം ആക്കുന്നുണ്ട് വാണ്ട മാക്സിമോഫ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ നമ്മൾ നേരത്തെ കണ്ട ഒരു ബോഡി വന്ന് അത് വാണ്ടയുടെ ബോഡിയാണ്. എൻ്റെ അടുത്തൊരു സീനിലാണെങ്കിൽ ഒരു സീരീസിൽ വില്ലനായിട്ട് വരാൻ പോകുന്ന റിയോ വിഡോൾ എന്ന ക്യാരക്ടറെ നമുക്ക് കാണാൻ പറ്റും. സോ ആക്ച്വലി ഈ ഒരു ക്യാരക്ടർ വന്ന് ഒരു ഗ്രീൻ വിച്ചാണ്. അതായത് ഇപ്പം അകത്ത് വന്നൊരു പർപ്പിൾ വിച്ച്, വാണ്ട വന്ന റെഡ് വിച്ച്, അതേപോലെ ഈ ഒരു ക്യാരക്ടർ ഒരു ഗ്രീൻ വിച്ച് എന്നാണ് പറയുന്നത്. സോ ഈ ക്യാരക്ടറിൻ്റെ പവർ എന്തായാലും ക്ലിയർ ആയിട്ട് അറിഞ്ഞൂടാ. ബട്ട് ചിലപ്പം എന്തെങ്കിലും ടൈം ബേസ്ഡ് ആയിട്ടുള്ള പവർ ആവാൻ ചാൻസസ് ഉണ്ട്. കാരണം ഓരോ വിച്ചസിനും ഓരോ പവറാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ വന്നോടനെ തന്നെ അകത്തേടെ അടുത്ത് അവളുടെ മാജിക്ക് ഫെയ്ഡ് ആവുന്നുണ്ട്. സോ നീ പയ്യെ നിൻ്റെ പഴയ രൂപത്തിലോട്ട് വാന്ന് പറയുന്നുണ്ട്. ഉടൻ തന്നെ നമ്മുടെ അകത്തെയാണെങ്കിൽ ഇതിന് മുമ്പേ വാണ്ട സീരീസിൽ വന്ന ഓരോ ഫോമിലായിട്ട് പയ്യെ മാറാനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ വാണ്ടയുടെ മാജിക്ക് കുറയുന്നുണ്ട്. സോ അകത്തെ പഴയ പോലെ ആകാൻ പോവുകയാണ്. ആൻഡ് അടുത്തൊരു സീനാണ് നമ്മുടെ അകത്ത് വന്ന് ഒരു ഗ്രീൻ മൂണൊക്കെ ഉള്ള, അതായത് വിച്ചസ് റോഡിലോട്ട് പോകണം നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി വിച്ചസ് റോഡ് എന്ന് പറയുന്നത് ഈ വിച്ചസിൻ്റെ ഒരു പ്ലേസാണ്. സോ വിച്ചസിന് തന്നെ മാജിക്കൊക്കെ കുറച്ചും കൂടെ കൂട്ടണമെങ്കിൽ ഇങ്ങോട്ടാണ് പോവേണ്ടത്. അപ്പോൾ ഈ ഒരു പ്ലേസിലോട്ട് നമ്മുടെ അകത്ത് പോവുകയാണ്. കാരണം ഈ ഒരു സീരീസിൽ വന്ന് അകത്തേക്ക് തൻ്റെ മെമ്മറിയൊക്കെ തിരിച്ച് കിട്ടുമെങ്കിലും അകത്തേക്ക് പവേഴ്സ് കാണൂല. അതായത് അകത്തേടെ ഒരു മാജിക് പവേഴ്സ് ഒന്നും കാണൂല. അപ്പോൾ അതൊക്കെ തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് അകത്ത് ഈ ഒരു വിച്ചസ് റോഡിലോട്ട് പോകുന്നത്. ആൻഡ് അതുമാത്രമല്ല അകത്തൊരു ടീമും ഫോം ചെയ്താണ് പോകുന്നത്. ഓക്കെ, ആ ടീമിൽ നിങ്ങൾ നോക്കി കാണാൻ പറ്റും വിക്കനുണ്ട്. അതായത് വാണ്ട ഒരു കുട്ടി വിക്കനുള്ളത് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് വിക്കൻ്റെ രൂപം കാണാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വിക്കനൊരു എന്താ പറയുക ഗേ ആയിരിക്കും എന്ന് തോന്നുന്നു, കണ്ടിട്ട് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. അപ്പോൾ വിക്കൻ എന്ന ക്യാരക്ടറും ഇവിടെ ഉള്ളതായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഒരു ട്രെയിലർ ഒരു ഘട്ടത്തിൽ നമ്മുടെ അകത്തെയാണെങ്കിൽ ബാക്കിയുള്ള വിച്ചസിൻ്റെ പവേഴ്സൊക്കെ അബ്സോർവ് ചെയ്യാനായിട്ട് കാണാൻ പറ്റും. ഇതിനു മുമ്പേ നമ്മൾ വാണ്ട വിഷയം അത് കണ്ടിട്ടുണ്ട്. ബട്ട് അകത്തേക്ക് കൊണ്ട് പവേഴ്സ് എടുക്കാൻ പറ്റില്ല. സോ അതും കൂടെ തിരിച്ചെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ള വിച്ചസിൻ്റെ പവേഴ്സൊക്കെ അബ്സോർവ് ചെയ്യാനുള്ളൊരു പവർ അകത്തേക്കുണ്ട്. അപ്പോൾ എല്ലാ പവറും തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഒരു വിച്ചസ് റോഡിലോട്ട് നമ്മുടെ അകത്ത് പോകുന്നത് മെയിനായിട്ട്. ആൻഡ് അതുമാത്രമല്ല ഈ ഒരു വിച്ചസ് റോഡിലാണെങ്കിൽ ഒത്തിരി മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അതായത് നിറയെ പ്രാതങ്ങളൊക്കെ ഉള്ള കാണാൻ പറ്റും. ആൻഡ് ഒരു ഘട്ടത്തിലാണെങ്കിൽ ഒരു ഡീമോനൊക്കെ പറഞ്ഞായിട്ട് കാണാൻ പറ്റും. അതായത് ഒരു ഡീമനാണ് ഗോസ്റ്റാണ് എന്തിനും അറിഞ്ഞൂടാ എന്തോ ഒരു സാധനം പറഞ്ഞായിട്ട് കാണാൻ പറ്റും. ആൻഡ് ട്രെയിലറിൽ തന്നെ പലയിടങ്ങളിൽ നിറയെ ഹൊറർ എലമെൻറ്റ്സ് കാണാൻ പറ്റും. അതായത് ഒരു ഡീമൺ പറഞ്ഞായിട്ട് കാണാൻ പറ്റും. ഡീമനെ കാണാൻ ഭയങ്കരമായിട്ടുണ്ട്. സോ മെഫിസ്റ്റോ വരുമോ എന്ന് അറിഞ്ഞുകൂടാ. സോ ഡീമനൊക്കെ വന്ന സ്ഥിതിക്ക് ചിലപ്പോൾ മെഫിസ്റ്റോ ആയിട്ട് വല്ല കണക്ഷന് വരാനും സാധ്യതയുണ്ട്. ആൻഡ് വേറൊരു സീനിൽ ഓജോ ബോർഡ് കളിക്കാനായിട്ടൊക്കെ കാണാൻ പറ്റും റോമേജർ സ്റ്റൈലിൽ. ആൻഡ് ഈ ചിലപ്പോൾ ആ ഹോജോ ബോർഡ് കളിച്ചതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഡീമൺ വന്നതെന്നാണ് തോന്നുന്നത്. അതുമാത്രമല്ല അകത്തേടെ ബോഡി ഏതോ ഒരു ഡീമൺ പ്രൊസസ് ചെയ്യാനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഉറപ്പായിട്ട് ഈ സീരീസ് ഒരു പക്ക ഹൊററായിട്ട് വരുമെന്നാണ് തോന്നുന്നത്. സോ വെയിറ്റ് ചെയ്ത് നോക്കാം. ആൻഡ് വേറൊരു സീനിലാണെങ്കിൽ ചില നൺസൊക്കെ ആണെങ്കിൽ നമ്മുടെ അകത്തെ ഫോളോ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അതുമാത്രമല്ല ഈ ഒരു സീരീസിൽ വില്ലനായിട്ട് വന്ന ആ ഒരു റിയോ വിഡാൽ ക്യാരക്ടറും
അകതയുമായിട്ടുള്ള ചില ഫൈറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് വേറൊരു സീനാണെങ്കിൽ ഈ വിച്ചസൊക്കെ ബ്രൂം സ്റ്റിക്ക് ഉപയോഗിച്ച് പറക്കാൻ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അതുമാത്രമല്ല അവിടെ ഒരു റെഡ് മൂൺ ഉള്ളത് നമുക്ക് കാണാൻ പറ്റും. സോ റെഡ് മൂൺ എന്ന് പറയുമ്പം വാമ്പേഴ്സുമായിട്ടൊരു കണക്ഷൻ ഉണ്ട് റെഡ് മൂണിന്. സാധാരണ ഈ റെഡ് മൂൺ ഉള്ള സമയത്താണ് വാമ്പേഴ്സ് ഉള്ളതും അവരെ പവേഴ്സ് കൂടുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ചിലപ്പോൾ ഈ സീരീസിൽ വാമ്പേഴ്സ് വരാനും സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. സോ അപ്പോൾ ആളുടെ ഈ ഒരു ട്രെയിലർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. സോ ആൻഡ് ഇതൊരു ഹൊററും കൂടെയാണ്. ആൻഡ് അതുമാത്രമല്ല ഹാലോവിൻ സീസണിലാണ് വരാൻ പോകുന്നത്. ഉറപ്പായിട്ടും നന്നായിട്ട് ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കുക. അപ്പോൾ ട്രെയിലറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറഞ്ഞേക്കുക. ചിലപ്പോൾ ഈ സീരീസിൻ്റെ എൻഡിങ്ങിൽ നമ്മുടെ വാണ്ട തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. വെയിറ്റ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോസ് എവിടെയെങ്കിലും ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യം പറ്റി തന്നെ കാണിക്കുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാൻ. താങ്ക് യു ഗൈസ്.